ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളായി ഇങ്ങനെ വിചാരിക്കുന്നു വീട്ടിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണമെന്ന്. അപ്പം ഇന്ന് 2 ദിവസം ലീവ് കിട്ടി ഈദിൻ്റെ. സോ ഞാൻ വിചാരിച്ചു ഒരു ഡെയിലി വ്ലോഗ് ഒന്ന് കാണിച്ചാലോ എന്ന്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കണ്ടാലോ എൻ്റെ ഒരു ഡേ, വീട്ടിലൊരു ഡേ എങ്ങനെയാണെന്ന്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയും, പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം കേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചായയുണ്ട്. അമ്മേൻ്റെ സ്പെഷ്യൽ ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ട് ഒരു അടിപൊളി മസാല ചായ ഉണ്ട്. അപ്പം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഞാൻ കഴിക്കട്ടെ. പിന്നെ ഡിഷ് വാഷറിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ബേക്കറി പാത്രങ്ങളിലിട്ട് വെക്കാനുണ്ടായിരുന്നു, അത് ചെയ്യാണ്. സമയം ഇപ്പം 1 മണി ആവാറായി. അപ്പം ഇനിയിപ്പം എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ട്യൂസ്ഡേ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മെയിൻ ടാസ്ക്. അപ്പം ഒരു സെമിനാറുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സ്ലൈഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇന്നൊരു 2 വീഡിയോസ് എടുക്കാനുണ്ട്. ഒന്ന് എൻ്റെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് പറയുന്ന ഒരു വീഡിയോ ആണ്. രണ്ടാമത്തത് വേറൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയുന്നതാണ്. അപ്പം ഇപ്പം തന്നെ സമയം 1 മണിയായി. എന്തൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന വൈകുന്നേരത്തിനുള്ളിലൊന്നും അറിയില്ല. പിന്നെ എൻ്റെ ട്രൈപ്പോഡ് മിസ്സിങ് ആയിപ്പോയി, എൻ്റെ ട്രൈപ്പോഡ് കാണാണ്ടായിപ്പോയി. അപ്പം വീഡിയോ എടുക്കൽ ഭയങ്കര സീനാണ്. എന്നാലും ഇവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുത്തേ പറ്റുള്ളൂ. ഞാൻ കുറേ നാളായിട്ട് ഞാൻ നാളെ ചെയ്തുതരാം, ഇന്ന് ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് വരികയാണ്. പക്ഷേ ഇനി സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം വേഗം തന്നെ എടുക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഈ സ്ലൈഡ് ഒന്ന് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് അധികം ഉണ്ട്. ഒന്നാമത് സാൻസ്ക്രിറ്റ് സ്ലോഗാസ് സ്ലൈഡിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എടുക്കലാണ് മെയിൻ ടാസ്ക്. ആ സ്ലോഗാസ് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടതാണ് പ്രശ്നം. ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പം ഞാനത് വേഗം ചെയ്യട്ടെ. ഞാൻ കുറേ സമയം ഈ ലാപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ലാപ്പിന് എന്തൊക്കെയോ ചെറിയ തകരാറുള്ള പോലെ, പിന്നെ ഭയങ്കര സ്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊന്ന് കറങ്ങി ഒന്ന് സെറ്റായി വരുന്നവരെ ആ സമയത്തുകൊണ്ട് പിന്നെ ഇടയിലേക്കൂടി വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷൻസും കൂടി നടത്താണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുക്കലേ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലേക്കൂടി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞാനൊന്ന്. I'm Sri Parvati, an Ayurvedic student. അപ്പോൾ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്തതിൻ്റെ സാഹസം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി. ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇനി ചോറ് കഴിക്കണം. ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ,
മറ്റേ വീഡിയോ ഇനി നാളെ അമ്മേനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം സ്റ്റാൻഡ് ഇല്ല. അപ്പം ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു മെന കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഇന്ന് തന്നെ കൊടുക്കേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഇന്നിപ്പോൾ എടുത്തത്. അതിൻ്റെ ഇടയിൽ ലാപ്പ് വർക്കാവുന്നില്ല. അങ്ങനെ കുറേ പണി എനിക്ക് കിട്ടി. അപ്പം അതും ഇതും മിക്സ് ചെയ്തിട്ടാണെങ്കിൽ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഈ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് അയച്ചു വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറയാം. സമയം എന്തായാലും 3:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറിന് പരിപ്പ് കറിയുണ്ട്, പിന്നെ ചൂരമീനിൻ്റെ ഫ്രൈ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ, സമയം ലേറ്റായി. നമ്മളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാത്രങ്ങളെല്ലാം നമ്മുടെ ഡിഷ് വാഷറിലിട്ട് വെക്കണം. ഡിഷ് വാഷർ ആണെങ്കിൽ ഇവിടെ പാത്രം കഴുകുന്നൊരു പണിയില്ല. പാത്രം കഴുകാൻ ഇട്ട് വെക്കുന്നത് മാത്രമേ ഇവിടെ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഇനി അടുത്ത ആ പണിയിലേക്ക് എടുക്കാം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം പാത്രങ്ങളൊന്നും യൂസ് ഇല്ല. അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരമേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോഴേക്കും പാത്രമെല്ലാം കഴുകി പുറത്തെടുക്കാം. അപ്പോൾ മുമ്പിൽ എല്ലാ വേസ്റ്റും നമ്മൾ ഡബ് ചെയ്യണം. പിന്നെ കാസറോളൊന്നും അതിൽ വെക്കാൻ പറ്റില്ല. സ്റ്റിക്ക് പാത്രങ്ങൾ ഇതൊന്നും ഡിഷ് വാഷറിനകത്ത് വെക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ പാത്രങ്ങളും സ്റ്റീല്, പ്ലേറ്റ്, ഗ്ലാസ് പ്ലേറ്റ് എല്ലാം ഒക്കെ വെക്കാം. നോൺ സ്റ്റിക്കും അതേപോലെ തന്നെ കാസറോളും വെക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ വെക്കാം. കുക്കറൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കഴുകേണ്ട പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. കുറച്ച് അടുക്കളയിലുണ്ടാവും പാത്രങ്ങൾ, കുറച്ച് ഇവിടെ സിങ്കിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ എടുത്ത് വെക്കണം. അതേ ഒരു പണിയുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 2 ഡ്രോയറുകളുണ്ട്. ഒരു ഡ്രോയർ ഇത്, അടുത്ത ഡ്രോയർ ഇത്. അപ്പം ഇതിൽ പ്ലേറ്റും അതേപോലെ വലിയ സാധനങ്ങളൊക്കെ വെക്കാം. ഇതിൽ ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ ഈ സാധനം ഉപയോഗിക്കാൻ എനിക്ക് വാഷിംഗ് മെഷീനേക്കാളും ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഡിഷ് വാഷർ. കാരണം ഭയങ്കര ക്ലീനാണ് പാത്രങ്ങളൊക്കെ. സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നല്ല തിളക്കമുണ്ട്. ഇത് വാങ്ങിച്ചാൽ എന്തായാലും വർത്താണ്. വാഷിംഗ് മെഷീൻ. അപ്പം ഇത് ഏറ്റവും താഴത്തെ റോ, പിന്നെ ഇത് അതിൻ്റെ മേലത്തെ റോ. ഇപ്പം ഇന്ന് ഇത്ര പാത്രങ്ങളല്ലേ ഉള്ളൂ, കുറച്ച് പാത്രങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കഴുകാൻ ഇടുന്നില്ല. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പാത്രം വന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പം ഒരു 4:30 ആകുമ്പോഴേക്കും കഴുകാനിടാം. അപ്പം അടിച്ചൊക്കെ വരാനുണ്ടായിരുന്നു. അകമൊക്കെ അടിച്ചു വാരി. പിന്നെ നമ്മുടെ കുഞ്ഞനുണ്ടല്ലോ, മൂപ്പരെ കൊണ്ട് തുടപ്പിച്ചു. അപ്പം ഇന്നത്തെ ദിവസം ഏകദേശം കഴിയാറായി. വൈകുന്നേരമായി, 6 മണി ആവാറായി. അപ്പം എൻ്റെ ഡെയിലി വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വൈകുന്നേരത്തിന് ശേഷമുള്ള സമയം ക്രൂഷ്യൽ പീരീഡ് തന്നെയാണ്. ഒരുപാട് പണികളിൽ ഒരുപാട് കാര്യങ്ങൾ മാക്സിമം ചെയ്തു തീരുന്നത് ചിലപ്പോൾ നൈറ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.